നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? നമ്മൾ കുറെ ആയിട്ട് ഫുൾ വെജിറ്റേറിയൻ റെസിപ്പി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ചെറിയ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു നോൺ വെജ് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. നോൺ വെജ് ഡിഷ് എന്ന് പറയുമ്പോൾ പ്രോൺസിനെ കൊണ്ട്, അതായത് നമ്മൾ ചെമ്മീനെ കൊണ്ട് ഒരു അടിപൊളി ഗ്രേവിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണ് ഇത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പിഞ്ചിൻ്റെ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട്, അതും പെരുംജീരകം. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാദാ ജീരകവും എടുത്തിട്ടുണ്ട്. അതൊന്ന് കലയിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുക ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മഞ്ഞ കളർ കണ്ടിട്ട് പേടിച്ചു പോകണ്ട, മഞ്ഞളുള്ളത് കഴുകിയോണ്ടാട്ടോ ഈ ഒരു കളറ്. അപ്പം എന്നിട്ട് ഞാൻ ഈ പൊടിച്ചെടുത്ത നമ്മളെ മസാല ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത മസാല 2 ടീസ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനൊരു അല്പം ഒരു പിഞ്ചിൻ്റെ അളവിൽ മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയതാണ് നമ്മൾ, അതുകൊണ്ട് മഞ്ഞൾ പൊടി വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മല്ലിപ്പൊടിയും ഒരു അല്പം 1/4 ടീസ്പൂണും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയി, ഉപ്പിന് മുമ്പേ ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അളവിൽ ഓയിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇനി നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യാനുള്ള പാൻ എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് ഞാനൊരു വാഴയിലേൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാകുന്ന സമയത്ത് ആ വാഴയില ഒന്ന് ചൂടായി വരട്ടെ. വാഴയില ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എടുക്കാം. അപ്പോൾ വാഴയില ചൂടായതിന് ശേഷം ഓയിൽ ആഡ് ചെയ്തിട്ട് ഓയിൽ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓയിൽ ചൂടായതിന് ശേഷം ഞാനിവിടെ ഫസ്റ്റ് തന്നെ കരിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കരിവേപ്പില ചൂടായതിന് ശേഷം നമുക്കിനി ചെമ്മീന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ചെമ്മീനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊക്കെ പാനിൽ ആഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ നമുക്കിതിൻ്റെ മേലെയായിട്ടും കുറച്ച് കരിവേപ്പില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് ആക്കൽ ഇങ്ങനെയാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങൾക്കിത് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചെമ്മീൻ അവിടെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ചട്ടി ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ സമയത്ത് ഞാനൊരു വാഴയിലേൻ്റെ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു മോഡലിൽ കേട്ടോ വാഴയില വെച്ച് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസ് തന്നെ എടുക്കണം വാഴേൻ്റെ ഇലേൻ്റെ. എന്നിട്ട് നമുക്ക് ഈ ഇലയൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇല ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീന് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഒരു ബൗളിൽ നിറയെ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 1-ാം പാലാണ് കേട്ടോ തേങ്ങേൻ്റെ. അപ്പോൾ അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മുഴുവൻ തേങ്ങയുടെ, ഒരു വലിയ തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഫുൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. 2-ാം പാലൊന്നും തിരിച്ചിട്ടില്ല, ഞാൻ 1-ാം
തേങ്ങാപ്പാൽ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ചല്പം വെള്ളവും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട്, അതായത് ആ തേങ്ങാപ്പാലിൻ്റെ ബൗളിൽ ആഡ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടിച്ചതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ തണ്ടുള്ള കരിവേപ്പില ഒരു 3-4 എണ്ണം ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചട്ടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അധികമൊന്നുമില്ല, 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് 3 മിനിറ്റിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ചട്ടീനെ മൂടി ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം നമ്മൾ മൂടി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് കേട്ടോ, അത് മറന്നു പോകരുത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഈ ഒരു ടൈമാണ് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് നമ്മളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇല കീറിപ്പോവാണ്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ക് തട്ടാത്ത വിധത്തിൽ നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ട സ്പാച്ചിലിനെ കൊണ്ട്. അപ്പം നമ്മൾ ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല, മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ ഇനിയാണ് പ്രധാനമായിട്ടുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അതായത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂടീനെ കൊണ്ട് ഈ ചട്ടി മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ്, മിനിമം ഒരു 15 മിനിറ്റ്സിന് ശേഷം മാത്രമേ മൂടി ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഓപ്പൺ ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ സെർവിങ് ബൗളിലേക്കോ നമ്മളെ ഡിഷ് മാറ്റാൻ പാടുള്ളൂ. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് തിക്കും ആ ഒരു ടേസ്റ്റും ആ ഗ്രേവിൻ്റെ കറക്റ്റായിട്ട് ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക്, അതായത് സെർവിങ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എൻ്റെ ഗ്രേവി. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ? അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളുമാണ്, ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകല്ലേ. എപ്പോ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാനും മറന്നു പോകല്ലേ. അപ്പൊ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.